സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് മാത്രം ഇന്ന് ചോദിച്ചേക്കരുത്. കാരണം അർജന്റീനയുടെ കളി ഇന്നില്ലായിരുന്നോ, അപ്പൊ പിന്നെ അത് കാണുകയല്ലേ. അങ്ങനെ ചോദ്യത്തിന് പ്രസക്തി പോലും ഇല്ലെന്നേ. അതിരാവിലെ തന്നെ അലാം വെച്ച് എഴുന്നേറ്റു. പള്ളി പോകാൻ പോലും ഇത്ര ശുഷ്കാന്തി കാണിക്കാറില്ല കേട്ടോ. അങ്ങനെ കളിയെല്ലാം കണ്ടു. എന്താ കളിയല്ലേ. ശരിക്കും പറഞ്ഞാൽ മെസ്സി കളിക്കുകയാണെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ദൈവമേ സാക്ഷാൽ മെസ്സി സെക്കൻഡ് ഹാഫിൽ കയറിയേക്കുന്നേ. അല്ല പിന്നെ ഇത്രയും ഡോളർ കൊടുത്ത് ടിക്കറ്റ് എടുത്തവരെ നിരാശരാക്കുമോ ഫിഫ അല്ല അർജന്റീന. അങ്ങനെ കളിയൊക്കെ കണ്ടേ. അപ്പോഴോർത്ത് ദൈവമേ ഞായറാഴ്ചയായിട്ട് രാവിലെ പള്ളിയിൽ പോയില്ലല്ലോ എന്ന്. കളിയൊക്കെ കാണാൻ അലാം വെച്ച് എഴുന്നേൽക്കുകയും ചെയ്തു. അല്ലെ തമ്പുരാനാണേലും വിചാരിക്കല്ലേ നിനക്കൊക്കെ അതിരാവിലെ അലാം വെച്ച് എഴുന്നേറ്റ് കളി കാണാൻ പറ്റും, പള്ളി വരാൻ മാത്രം നിനക്കൊക്കെ മടിയല്ലേ എന്ന് തമ്പുരാനെ പിന്നെയും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ പോരാളി ഒരു തരത്തിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയല്ല. നീയൊക്കെ ഇങ്ങനെ കളിയും കണ്ട് കുന്തളിച്ച് പള്ളിയും വേണ്ട കുമ്പസാരവും വേണ്ട ഞായറാഴ്ചയാണേ തൊട്ട് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലും പോലെ അവളൊക്കെ കളി കാണാനിരിക്കുന്നു എന്ന് പറഞ്ഞ് വേണേ അർജന്റീന ഒരു പ്രാക്കും എന്തിനാ അത് ഹരിതബു ഹരിത്. അതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോകുന്ന വിചാരിച്ചാണ് സമയമില്ലാത്ത സമയത്ത് വീട്ടിൽ അടുത്ത കസറത്ത്. എവിടെ അതെ എന്തൊരു നീ ഒരു മാനസിക രോഗി സംശയരോഗിയാണോ ജസ്റ്റ്? അത് ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് റെഡ് ക്രസന്റ് കൊടുത്തു. അയ്യോ ഇതെല്ലാം തിരിച്ചു വെക്കണോ? നിങ്ങൾ പറ, തലയ്ക്ക് വെളിവില്ലാത്ത ഇതിനെയും കൊണ്ടൊക്കെ ഞാൻ എന്നെ ചെയ്യാനാ? കാണാതെ പോയ ടീഷർട്ട് ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പാത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഗ്യാപ്പിന്റെ ടീഷർട്ടില്ലേ, അത് തപ്പിതാ. ഞാൻ റെഡ് ക്രസന്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് നിറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചാ. എന്നെ തീരെ വിശ്വാസമില്ലെന്ന് അറിഞ്ഞപ്പോൾ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറയണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ മര്യാദയ്ക്ക് ഒരു കൂടെ നേരത്തെ കാലത്തെ പള്ളിയിൽ ചെല്ലായിരുന്നു. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് ചെന്നേ. പക്ഷെ 15 മിനിറ്റ് മുമ്പ് എന്നാ പോരാ, സീറ്റ് ഒന്നിച്ച് കിട്ടണമെങ്കിലുണ്ടല്ലോ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ചെല്ലണം. അതെങ്ങനെ? എൻ്റെ ടീഷർട്ട് കണ്ടില്ലേ, എൻ്റെ ടീഷർട്ട് എന്ത് എന്ന് പറഞ്ഞാൽ അവിടെ തപ്പലല്ലേ. അങ്ങനെ ഞങ്ങൾ ലേറ്റായി സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്ത് പറ്റി, വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആദ്യമായി പിരിഞ്ഞു. എന്ന് വെച്ചാൽ പള്ളിയിലെ സീറ്റ്, ജസ്റ്റിയുടെ സീറ്റ് ഞങ്ങളുടെ സീറ്റിൻ്റെ നേരെ പുറയിലായിരുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനായിട്ടൊരു ഒരു സാവകാശം കിട്ടിയില്ല. അല്ലെങ്കിൽ ഇണ്ടത്തടിയന്മാരായി ഞങ്ങൾ 3 പേരെ കൊണ്ട് ഒന്നിച്ചിരിക്കണം, ഇച്ചിരി ഏറെ സീറ്റ് വേണ്ടേ. അങ്ങനെ പള്ളിയിലൊക്കെ കയറി കുർബാനയും കഴിഞ്ഞ് ഇടവകക്കാരും നാട്ടുകാരും മൊത്തം പോയി. അച്ഛനും നിങ്ങൾ പ്രാർത്ഥന നിർത്തിയിട്ടൊന്ന് എഴുന്നേറ്റ് പോകാറുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഇരിക്കായിരുന്നെന്ന് അടുത്ത കുർബാനയ്ക്ക് വന്നവർ പറഞ്ഞു തുടങ്ങി. എന്നിട്ടും ജസ്റ്റിയുടെ പ്രാർത്ഥന കഴിഞ്ഞില്ല. എന്ത് ചെയ്യാം, പള്ളിയിലച്ഛൻ ആവേണ്ടവനെ പിടിച്ച് കൊച്ചിൻ്റെ അച്ഛനാക്കിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.